നിന്ന് നമ്മൾ ഇനി പോകുന്നത് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിലേക്കാണ്. ആ കുടുംബത്തിന് ഈ 3 ആഴ്ചക്കിടയിൽ സുനിഷ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാക്കെങ്കിലും കേട്ടത് ഇന്നത്തെ ദിവസമാണ്. ശ്രീ ജയപ്രകാശ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയപ്രകാശ്, ഫെബ്രുവരി 16-ാം തീയതി എന്ന് പറയുന്നത് സിദ്ധാർത്ഥന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാറുകയായിരുന്നു. അന്ന് ആ 21-ാം നമ്പർ മുറിയിൽ നടന്നത് എന്താണ് എന്നുള്ള വിവരങ്ങൾ ഇന്ന് പുറത്തു വരുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് CBIയെ അന്വേഷിക്കാൻ നിയോഗിക്കാമെന്ന ഒരു ഉറപ്പ് അങ്ങേക്ക് കിട്ടുന്നത്. CBIയുടെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത് അന്ന് ആ രാത്രിയിൽ അവിടെ നടന്ന കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവർ കൂടിയല്ലേ? തീർച്ചയായും ഫെബ്രുവരി 16-ാം തീയതി മാത്രമല്ല, അന്ന് മുതൽ 16 മുതൽ 18 വരെ ആ മുറിയിലും അതിൻ്റെ പരിസരത്തും അതിൻ്റെ പാറയുടെ ഇടയിലും വാട്ടർ ടാങ്കിൻ്റെ ഇടയിലും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വളരെ മുന്നേ ഈ പോലീസ് അന്വേഷണം വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പറഞ്ഞതാണ്. അവിടെ എന്തൊക്കെ നടന്നു അത് ആ രീതി കറക്റ്റായിട്ടാണ് നമ്മൾ എന്തു പറഞ്ഞോ വളരെ രീതിയിൽ വളരെ ശരിയായി വെക്കുന്നതാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടും വന്നത്. നമ്മൾ ഒന്നും ആരോപിച്ചിട്ടില്ല, ഒരു കുറ്റവും വെറുതെ ആരോപിച്ചതല്ല. വളരെ നല്ല രീതിയിലുള്ള റിപ്പോർട്ടാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവില്ല ഏത് രീതിയിലൊക്കെയുള്ള ക്രൂരത ഏറ്റുവാങ്ങിയെന്ന്. ഞാൻ ആ റിപ്പോർട്ട് കൂടുതലായിട്ട് ഇന്ന് ആൻറ്റി റാഗിൻ്റെ റിപ്പോർട്ട് കൂടുതലായിട്ട് വായിച്ചില്ല. ആദ്യത്തെ 1-2 ഹെഡിങ് വായിച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞ് വായിക്കാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണത്തിന് ഇത് നമുക്ക് സംശയമുള്ളത് കൊണ്ട്, വ്യക്തമായിട്ട് അറിവുള്ളത് കൊണ്ട് മാത്രമാണ് ഈ CBI അന്വേഷണം വേണമെന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങളായി ആവശ്യപ്പെടുന്നത്. ഡീനിൻ്റെ പങ്ക് വന്നിട്ടില്ല. അപ്പോൾ സനീഷ മുമ്പ് പറയുന്ന പോലെ ഡീനിൻ്റെ പങ്ക് ഇതിൽ വന്നിട്ടില്ല. അവരുടെ അസിസ്റ്റൻ്റ് വാർഡൻ്റെ നമ്മൾ ആരോപിച്ചതല്ല, നമ്മൾ ആവശ്യപ്പെട്ട ഒരു പങ്ക് അവർ കുറ്റവാളികളാണ്, കൊലപാതകങ്ങളാണ്, കൊലപാതകത്തിൽ കൂട്ടുനിന്നാണ്. അവരുടെ പങ്ക് വന്നിട്ടില്ല. പ്രധാന പ്രതികൾ ഒരാളായ അക്ഷയുടെ പേര് ഒരിടത്തും വന്നിട്ടില്ല. അക്ഷയുടെ ലാസ്റ്റ് ഒന്ന് ഞാൻ കണ്ടു, സാക്ഷിയായിട്ടുള്ള ഒരു മൊഴിയെടുത്തു. സാക്ഷിയല്ല, പ്രധാന പ്രതിയാണ്. അത് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഡീന്, പിന്നെ ഈ പെൺകുട്ടി, പരാതി കൊടുത്ത പെൺകുട്ടി, അവനെ കൊല്ലപ്പെട്ടതിന് ശേഷം അതിന് പരാതി സ്വീകരിച്ച അതിൻ്റെ കംപ്ലൈൻറ്റ് കമ്മിറ്റിയുടെ ആൾക്കാർ, അവരുടെ ഒന്നും പങ്ക് ഇതിലൊന്നും വന്നിട്ടില്ല. പക്ഷേ കുറച്ച് പ്രതികളെ പിടിച്ചു. അവർ യഥാർത്ഥ പ്രതികളാണ് ഞാൻ വിശ്വസിക്കുന്നു. അവർ മാത്രമല്ല, ഇനിയുമുണ്ട്. അതുകൊണ്ട് മാത്രമായില്ലല്ലോ. ഇവരുടെ എല്ലാം പങ്ക്, ഒരു ഗൂഢാലോചനയിൽ ഇവരെല്ലാം പങ്കുണ്ടല്ലോ. അന്ന് മാത്രം, എന്നാലല്ലേ ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. അവരൊന്നും വന്നിട്ടില്ല. വരാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു രീതിയിലോട്ട് പോവില്ല. ചിലപ്പോൾ പ്രഷർ കാണുമായിരിക്കും ഉദ്യോഗസ്ഥന്, അത് നമുക്കറിയില്ല. അവരെല്ലാവരും സേഫാണ്. ഇന്ന് വരയ്ക്കും അവരെല്ലാവരും സേഫാണ്. കാര്യം പറഞ്ഞാല് അവർ ഒരു സസ്പെൻഷനിൽ ഒതുങ്ങി. തീർച്ചയായും ശ്രീ ജയപ്രകാശ്, അങ്ങയുടെ മകൻ മാത്രമല്ല, കേരളത്തിന്റെ മകൻ ആയി തന്നെയാണ് സിദ്ധാർത്ഥ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൈം ടൈമിൽ ഈ വിഷയം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം ഇന്ന് എടുക്കുകയും അങ്ങയെ അതിഥിയായി വിളിക്കുകയും ചെയ്തത്. 15-ാം തീയതി ക്യാമ്പസിൽ നിന്ന് വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥിനൊപ്പം സൗദ് റിസാലും മുഹമ്മദ് ദാനിഷും ആദിത്യനും ഉണ്ടായിരുന്നു. ആ രാത്രി രഹൻ ബിനോയും അഭിജിത്തും സിദ്ധാർത്ഥിനോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയാണ്. വീട്ടിലേക്കുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന സൗദ് റിസാലും മുഹമ്മദ് ദാനിഷും ആദിത്യനുമൊക്കെ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന സംഘത്തിനൊപ്പം ചേരുകയും ഈ ക്വാഡ്രാങ്കിളിലുള്ള ഈ അതിക്രമം മുഴുവൻ കാണുകയും ചെയ്തിട്ടും ഒന്നും കണ്ടില്ല എന്നുള്ള ഒരു നിലപാടെടുക്കുന്നു. 130 കുട്ടികളുള്ള മെൻസ് ഹോസ്റ്റലിൽ 100 പേരെ നിശബ്ദരാക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് കേവലം ഏതാനും കുട്ടികളുടെ മാത്രം, അല്ലെങ്കിൽ ഈ ആക്രമിച്ചവരുടെ മാത്രം കയ്യിൽ നിൽക്കുന്ന കാര്യമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും കരുതുന്നില്ല. അത് 130ഓളം പേർ കണ്ടുകൊണ്ട് നിൽക്കുന്നു. 15-ാം തീയതി അവൻ എൻ്റെ മകൻ നാട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് പേര് അവനെ ഫോളോ ചെയ്തിട്ട് ഗൂഢാലോചന ഭാഗമായിട്ട് അതിവിദഗ്ധമായി തിരിച്ചു കൊണ്ടുപോയി അന്ന് മുതൽ മർദ്ദിക്കുന്നു. അത് യാദൃച്ഛികമായിട്ടുള്ള സംഭവമല്ലല്ലോ. അത് 130 പേരെ ഇവർക്ക് വായടപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിൽ എന്തുമാത്രം അവർ ആരെങ്കിലും ഭയക്കുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം അവർക്കുള്ള സ്വാധീനമുണ്ട്, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, എന്തുമാത്രം സ്വാധീനമുണ്ട് അത് വളരെ വ്യക്തമാണല്ലോ. 1-2 മണിക്കൂർ കൊണ്ട് നടന്നതല്ല, അല്ലെങ്കിൽ 1-2 ആൾക്കാർ ചെയ്തതല്ല. 3 ദിവസം തുടർച്ചയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുക. 130 കുട്ടികൾ 3 ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാം. രാത്രി അവിടെ നടക്കുന്നുണ്ട്, പകൽ വീണ്ടും കൊണ്ടുവരുന്നു, വീണ്ടും രാത്രി കൊണ്ട് മർദ്ദിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ എല്ലാവരും. അപ്പോൾ ഇത്രയും പേരെ അടപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണല്ലോ. നല്ല രീതിയിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഈ അക്രമം അവർ എക്സിക്യൂട്ട് ചെയ്തു.